UDF-ലേക്ക് കാലുമാറിയതിനു ശേഷം RSPയുടെ ആദ്യത്തെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടിയിലെ ചില അരാജക പ്രവണതകൾക്കെതിരായ തിരിച്ചറിവുകൾ ജനറൽ സെക്രട്ടറി പ്രൊഫസർ TJ ചന്ദ്രചൂഡനെ അലട്ടുന്നു. അതിൽ പ്രധാനം RSPയിൽ സമീപകാലത്തായി കണ്ടുവരുന്ന ചില അരുതായ്മകളാണ്. ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അരുതായ്മകൾ പലതും സംഭവിക്കുന്നു, പാടില്ലാത്ത പല കാര്യങ്ങളും സംഭവിക്കും. അതിലൊന്ന് ഞാൻ കണ്ടത് കഴിഞ്ഞ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ സ്ഥാനങ്ങൾ ചോദിച്ചു വാങ്ങുകയല്ല, പാർട്ടി തരുമ്പോൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. അല്ലേ? സ്ഥാനങ്ങൾ പിടിച്ചു വാങ്ങാൻ പറ്റും, വെച്ച് നീട്ടുമ്പോൾ വാങ്ങിക്കും. അല്ലാതെ മുണ്ട് അടിപ്പൊക്കത്തിൽ മടത്ത് കെട്ടി കൊണ്ടുപോവാ എന്ന് വിളിച്ചാൽ അവനൊന്നും പാർട്ടിക്കാരനായിട്ട് കണക്കാക്കാൻ നമുക്ക് കഴിയില്ല. തീരെ മോശപ്പെട്ട പ്രവണതയാണ്. അടിയും കൊടുത്ത് പറഞ്ഞു വിടേണ്ട ഏർപ്പാടുകൾ. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെയൊക്കെ സഹന ശക്തിയുണ്ട്, നമ്മുടെയൊക്കെ പ്രായത്തിൽ കുറഞ്ഞ ആളുകൾ ചെയ്യുന്ന തെറ്റുകൾ തൽക്കാലത്തേക്ക് ക്ഷമിക്കുക എന്ന നയം കൊണ്ട് അതൊക്കെ ക്ഷമിക്കുന്നതിലൊന്നും കാര്യമില്ല. കാരണം ഇനിയുള്ള അരുതായ്മകൾ അത്രയ്ക്ക് ഗൗരവതരമാണ്. ഉദാഹരണത്തിന് വർഗീയത, സാമുദായികമായ ഇടപെടൽ നടത്തി സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുന്ന പരിപാടി. പലരും ഇപ്പോൾ സാമുദായികമായിട്ടാണ് സംസാരിക്കുന്നത് രാഷ്ട്രീയത്തിൽ, RSPയിലല്ല. അത് മറ്റു പാർട്ടികളിൽ നിന്നും പടർന്ന് ഇങ്ങോട്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഞാനീ പറഞ്ഞത് അവസരവാദികളുടെ പാർട്ടിയായി നമ്മുടെ പാർട്ടി മാറാതെ സൂക്ഷിക്കണ്ടേ വേണം. ഇപ്പോൾ ഇന്ന് തന്നെ ഇവിടെ ചില ആളുകളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ബലിക്കാക്കകളെ ഈ തർപ്പണമൊക്കെ കഴിഞ്ഞ് കൈയടിക്കുമ്പോൾ ചില കാക്കകൾ, ആ കാക്കകളെ മുമ്പ് നമ്മൾ കാണുന്നത് ഈ സമ്മേളനത്തിലെ സമയങ്ങളിൽ മാത്രമേ കാണുന്നു. ഇത് കൊത്തിയെടുക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഈ കാക്കകൾ അടുത്ത വർഷമേ കാണും, അടുത്ത സമ്മേളനത്തിലെ കാണും. ഞാനീ പറഞ്ഞത് ഇടതുപക്ഷ പാർട്ടികൾക്ക് ഒത്തിരി അപജയങ്ങൾ സംഭവിക്കും. അത് ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് പ്രായം ചെന്ന കരുത്തരായ സഹാക്കളുടെ ചുമതലയാണ്. പുതിയതായി പാർട്ടിയിലേക്ക് കടന്നു വരുന്ന യുവാക്കളുടെയും ചുമതല. ആ ചുമതല അവർ ഏറ്റെടുക്കാതെ വന്നാൽ പാർട്ടിയുടെ ലീഡർഷിപ്പിന് കർശനമായ നടപടികളുമായി പോകേണ്ടി വരും. ഇതെല്ലാം പരിഹരിക്കാൻ എന്താണൊരു നടപടി? ഇങ്ങനെ സമ്മേളന വേളയിൽ ചില വേദിയിൽ പോയി പറഞ്ഞതുകൊണ്ട് എന്തു പ്രയോജനം? ഞാനിത് ഇനി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പറയാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എവിടെയൊക്കെ പാർട്ടി മീറ്റിങ്ങുകളുണ്ടോ അവിടെയൊക്കെ പറഞ്ഞ് ഇവരെ നേർവഴി കൊണ്ടുവരുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. അത് കുറച്ച് ശ്രമിച്ചു നോക്കും. നടന്നില്ലെങ്കിൽ അവരുടെ സ്ഥാനം പാർട്ടിക്ക് പുറത്തായി. അത് മനസ്സിലാക്കി വേണം പെരുമാറാൻ. പാർട്ടിക്ക് അപമാനം ഉണ്ടാക്കുന്നവർ ഏത് അച്ഛൻ്റെ മക്കളായാലും അധികകാലം പാർട്ടി ക്ഷമിക്കും. ഇവിടെ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് K. പങ്കജ്. അദ്ദേഹം ജനിച്ചത് ഒരു നിർധന കുടുംബത്തിലാണ്, സാധാരണ പോലീസുകാരൻ്റെ മകനായിട്ട്. അന്നത്തെ പോലീസുകാരൻ്റെ ശമ്പളം അറിയാൻ 5 രൂപയാണ്. അദ്ദേഹത്തിനെ പഠിപ്പിച്ചത് സഹോദരിയാണ്, 6 രൂപ ശമ്പളക്കാരിയായ അധ്യാപിക. നല്ലതുപോലെ വിയർത്ത് അദ്ദേഹം പറയുമായിരുന്നത് പേട്ട മാർക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മയ്ക്ക് കരിപ്പെട്ടി കച്ചവടമുണ്ട്. മാർക്കറ്റിൽ ശാലയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കും. അത് ചുമന്നു കൊണ്ടു കൊടുക്കുന്ന ജോലിയാണ് സഖാവിനുണ്ടായിരുന്നത്. തോളിൽ വെച്ച് ചുമന്നു കൊണ്ടുപോകും. അങ്ങനെയുള്ളവരുണ്ടാക്കിയ പാർട്ടി കരിപ്പെട്ടി ചുമന്ന് ആകാവുന്ന പണികൾ എടുത്തും അതിൻ്റെ കൂടെ രാഷ്ട്രീയം പഠിച്ചും ഒക്കെ വന്ന ആളുകൾ. അവിടെയാണ് ഇപ്പോൾ ആ പാർട്ടിയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചില കൂറുനരികൾ ഇതിൻ്റെ മേഷയുദ്ധത്തിലെ കൂറുനരികളെ പോലെ ഈറ്റ് വീഴുന്ന ചോര നക്കി കുടിച്ച് വള്ളവീർപ്പിക്കാനായിട്ട് ആഗതരാകും. വളരെ വിഷമമുള്ളതുകൊണ്ടാണ് ഞാനിതിവിടെ സൂചിപ്പിച്ചത്. വിഷമമുണ്ടാക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആജീവനാന്തം പദവികളിൽ ചടഞ്ഞിരിക്കുന്നവർ. RSP UDF-ൽ പോയതോടെ അത്തരക്കാരെ തിരിച്ചറിയാൻ എളുപ്പമായിട്ടുണ്ട്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പദവികളൊക്കെ ആജീവനാന്തം. പാർട്ടിയിലെ പദവികളെന്ന് പറഞ്ഞാൽ ആജീവനാന്തം, റിട്ടയർമെന്റ് ഇല്ല. അത് ശരിയാണ്? അല്ല. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കേണ്ട സമയമായിരിക്കും. പദവി ഒഴിയേണ്ടി വരുമ്പോൾ വേണ്ടതും വേണ്ടാത്തതൊക്കെ വിളിച്ച് പറയുക. കിട്ടിയത് കിട്ടിയില്ല, കിട്ടില്ലെന്നും കിട്ടിയത് പോരാന്നൊക്കെ പറയുക. ഇത് പറഞ്ഞ് അവർ തന്നെ നാറുന്നതല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നുണ്ടാവില്ല. പറയുന്നവന് പല്ല് കുത്തി മുളപ്പിക്കുന്നതിൻ്റെ ഒരു സന്തോഷം, അതേ ഉള്ളൂ. ഇവിടെ മഹത്തായ ഒരു സംഭവമാണ് നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ ദിവസം വരെ ഞാൻ കണ്ണൂരായിരുന്നു, കണ്ണൂർ ജില്ലാ സമ്മേളനം. അവിടെയൊക്കെ എന്ത് അച്ചടക്കത്തോടെയാണ് വടക്കൻ മേഖലകളിലൊക്കെ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നത്. തെക്കൻ മേഖലകളിലേക്ക് വന്നാൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഒരു കുത്തഴിഞ്ഞ പ്രവണത കാണുന്നു. തിരുക്കൊച്ചി മേഖല RSPയിലല്ല, എല്ലാ പാർട്ടികളും. RSPയിൽ അണികൾ മാത്രമല്ലേ ഇത്തരം അരുതായ്മകൾ കാത്തുസൂക്ഷിക്കുന്നത്? നേതാക്കളെല്ലാം മഹാന്മാരും ആദർശങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവരും ആണല്ലോ. RSPയുടെ ലീഡേഴ്സിനുള്ള ഒരു പ്രത്യേകത, അവരാരും ഉന്നത കുലജാതരായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു വള്ളക്കാരൻ്റെ മകനായിരുന്നു ബേബി ജോൺ, തൂപ്പുകാരിയുടെ മകനായിരുന്നു TK ദിവാകരൻ, പോലീസുകാരൻ്റെ മകനായിരുന്നു K. പങ്കജ്. അല്ലേ? അതുപോലെ എത്ര പേരെടുത്ത് പറഞ്ഞാലും അവരൊക്കെ
താഴ്ന്ന കുടുംബങ്ങളിൽ നിന്ന് സ്വന്തം കഴിവുകൾ വികസനമാക്കിക്കൊണ്ട് തൊഴിലാളികളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ലീഡർഷിപ്പിൽ വന്നവരാണ്. അല്ലാതെ ഒന്നും പിടിച്ചു പറ്റിയവരാണ്. ചിലപ്പോഴൊക്കെ അതിനുവേണ്ടി വിട്ടുകൊടുത്ത് ആദർശങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് സ്ഥാനമാനങ്ങൾ എനിക്ക് വേണ്ട മറ്റേയാൾക്ക് കൂടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരാണ്. ആ ഒരു പാർട്ടിയാണ് RSP. ഇന്ന് ഇടതുപക്ഷത്തിന് സംഭവിച്ചിരിക്കുന്ന മൂല്യച്യുതി എന്ന് പറയുന്നത് പ്രകടമാകുന്നത് സാമുദായിക പ്രീണനത്തിൽ. ഇടതുപക്ഷ പാർട്ടികൾ ഇന്ന് സാമുദായിക പ്രീണനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ തന്നെ ഈഴവ സമുദായത്തിൻ്റെ നേതാവെന്ന് അവകാശപ്പെടുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി RSSുമായി ചങ്ങാത്തത്തിലേർപ്പെടും. അതിൽ ഇത്ര വലിയ വ്യാകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയുള്ളവർ അങ്ങോട്ട് പോയാൽ അങ്ങ് പോകും. ആകെ എന്തിനാ ഇത്ര പേടിക്കേണ്ടത്? 4 വോട്ട് കുറയും എന്നുള്ളതല്ലേ ഉള്ളൂ. എല്ലാ കാലവും ഭരിച്ചുകൊള്ളാമെന്ന് ഇടതുപക്ഷ പാർട്ടികൾ ആരുടെ നിന്ന് അക്ഷരം വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. അന്തസ്സോടെ ഇത്തരം ദുഷ്ടശക്തികളെ എതിർക്കാനും നേർവഴി നടത്താനും ഇടതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് വരണം. RSSുമായി SNDP RSSന്റെ തൊഴുത്തിൽ SNDPയെ കൊണ്ട് കെട്ടാൻ ആരെങ്കിലും ശ്രമിക്കുകയാണ് എങ്കിൽ അവർ ശ്രീനാരായണ ദർശനങ്ങളോട് അനീതി പുലർത്തുന്നവരാണ് എന്ന് ഉറക്കെ പിടിച്ചു പറയാൻ ഇടതുപക്ഷം തയ്യാറാവണം. അത് വെള്ളാപ്പള്ളിയല്ല, ഏത് പള്ളിയായാലും ചെയ്യുന്നത് തെറ്റാണ്. അത് ദർശനങ്ങൾക്ക് വിരുദ്ധമാണ്. തൻ്റെ മകന് എന്തെങ്കിലും സ്ഥാനം കിട്ടുന്നതിനോ തനിക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ നേടുന്നതിനോ ആയി വളരെ സുദീർഘമായ രീതിയിൽ ആരംഭിച്ച് പ്രവർത്തിച്ചു വരുന്ന SNDP യോഗം പോലുള്ള ഒരു സ്ഥാപനത്തെ, സംഘടനയെ ഉപയോഗിക്കുന്നത് ശരിയല്ല. ഇതങ്ങ് UDFിലോട്ട് ചെന്ന് പറഞ്ഞാൽ വിവരമറിയും. അത്യാവശ്യം വർഗീയ വോട്ടൊക്കെ വാങ്ങി കാലം പുലർത്തുമ്പോൾ വിപ്ലവവും പറഞ്ഞ് അങ്ങ് പോയാൽ മതി. ചന്ദ്രചൂഡൻ സഖാവിന് സമ്മേളന നഗരിയിലൊക്കെ പറഞ്ഞ് സംതൃപ്തി അടയാം എന്നേയുള്ളൂ. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് ദില്ലി വിശേഷം.